വിളിക്കപ്പെട്ട ദൈവജനമേ വിശുദ്ധിയിലുന്നതനല്ലോ ദൈവം വിശ്വസ്തതയ്ക്കൊരു നാളും മാറ്റമില്ല വിശുദ്ധിയിലെന്നും ദൈവത്തെ ആരാധിക്കാം വിളിക്കപ്പെട്ട ദൈവജനമേ വിശുദ്ധിയിലുന്നതനല്ലോ ദൈവം വിശുദ്ധതയ്ക്കൊരു നാളും മാറ്റമില്ല യേശു വരുവാൻ കാലമായി അവരുടെ കുനി തടുക്കിട്ട കുതരുമായി അവൻ വരുവാൻ കാലമായി കുതരുമായി അവൻ വരുവാൻ കാലമായി യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളവിടവിടാ ലോകജാതികൾ വിപ്ലവിക്കുന്നേ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളവിടവിടാ ലോകജാതികൾ വിപ്ലവിക്കുന്നേ ലോകത്തെങ്ങും സമാധാനമില്ലാതായി ലോകീകനാഥൻ വരവാസന്നമായി ലോകത്തെങ്ങും സമാധാനമില്ലാതായി ലോകീകനാഥൻ വരവാസന്നമായി യേശു വരുവാൻ കാലമായി അവരുടെ കുനി തടുക്കിട്ട കുതരുമായി അവൻ വരുവാൻ കാലമായി കുതരുമായി അവൻ വരുവാൻ കാലമായി അനീതിയും അശുദ്ധിയും ചെയ്യുന്നോർ ചെയ്തിടട്ടെ ആദിമ സ്നേഹത്തിലേക്കു നാം മടങ്ങി വരാം അനീതിയും അശുദ്ധിയും ചെയ്യുന്നോർ ചെയ്തിടട്ടെ ആദിമ സ്നേഹത്തിലേക്കു നാം മടങ്ങി വരാം ആത്മനാഥനെ വിശുദ്ധിയോട് ആരാധിക്കാം ആ ദിവ്യ സ്നേഹത്തെ വർണ്ണിച്ചിടാം ആത്മനാഥനെ വിശുദ്ധിയോട് ആരാധിക്കാം ആ ദിവ്യ സ്നേഹത്തെ വർണ്ണിച്ചിടാം യേശു വരുവാൻ കാലമായി അവരുടെ കുനി തടുക്കിട്ട കുതരുമായി അവൻ വരുവാൻ കാലമായി കുതരുമായി അവൻ വരുവാൻ കാലമായി രോഗങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും മാറിടാറാ നിത്യതുറമുഖത്തെത്തുവാൻ സമയമായി രോഗങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും മാറിടാറാ നിത്യതുറമുഖത്തെത്തുവാൻ സമയമായി നീതി സൂര്യൻ തൻ മുഖശോഭ കണ്ടെന്നും നാം നിത്യയുഗം വാഴാൻ കാലമായി നീതി സൂര്യൻ തൻ മുഖശോഭ കണ്ടെന്നും നാം നിത്യയുഗം വാഴാൻ കാലമായി വിശുദ്ധിയിലെന്നും ദൈവത്തെ ആരാധിക്കാം വിളിക്കപ്പെട്ട ദൈവജനമേ വിശുദ്ധിയിലും
ഉന്നതനല്ലോ ദൈവം തൻ വിശ്വസ്തതയ്ക്കൊരു നാളും മാറ്റമില്ല. വിശുദ്ധിയിലെന്നും ദൈവത്തെ ആരാധിക്കാം. വിളിക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധിയിലുന്നതനല്ലോ ദൈവം തൻ വിശ്വസ്തതയ്ക്കൊരു നാളും മാറ്റമില്ല. യേശു വരുവാൻ കാലമായി മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെയും അസംബ്ലീസ് ഓഫ് ഗോഡ് ഓഫ് ഇന്ത്യയുടെയും വന്ദനങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നമ്മൾ ഈ പ്രാവശ്യവും ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടി വന്ന് ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ദൈവത്തിൽ പ്രാപിക്കാനും സമയം ഉപയോഗിക്കുന്നുവല്ലോ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പ്രസംഗിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. രാജ്യബന്ധത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ ചിന്തകൾ. രാജ്യം എന്നിവിടെ പറയുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു പറഞ്ഞ ദൈവരാജ്യം എന്ന കാര്യമാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ് ഈ ചിന്ത. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സാധാരണ ഇതിനെ യേശു പരിചയപ്പെടുത്തിയത് ദൈവരാജ്യം. അതേസമയം മത്തായി സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്ന പ്രയോഗം സ്വർഗരാജ്യം എന്നാണ്. രണ്ടും ഒരേ കാര്യത്തെക്കുറിച്ച് പറയാൻ യേശു ഉപയോഗിച്ച പ്രയോഗങ്ങളാണ്. അന്നത്തെ അവരുടെ ഓഡിയൻസിന്റെ വെളിച്ചത്തിൽ ആ വാക്ക് പറഞ്ഞു. രണ്ടും കാര്യം ഒന്നാണ്. എങ്കിലും ഏറ്റവും ലളിതമായി അതിനെ ഒന്ന് അല്പം നിർവചിച്ചാൽ ലൂക്കോസ് പറഞ്ഞത്, ലൂക്കോസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യം എന്ന പ്രയോഗമാണ്. അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. ദൈവമാണ് എൻ്റെ ഭരണാധികാരി. ദൈവത്തിൻ്റെ ആധിപത്യത്തിന് വിധേയപ്പെട്ട രാജ്യം. മത്തായി പറയുന്നത് സ്വർഗരാജ്യം. സ്വർഗരാജ്യം എന്നവിടെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു രണ്ടും ഒരേ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്കിലും ഒരു അല്പം ആശയം അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചാൽ, യേശു പഠിപ്പിച്ച രാജ്യം സ്വർഗരാജ്യമാണ്. അത് വേറെ ഒരു ലോകമാണ്. അത് വേറെ ഒരു മണ്ഡലമാണ്. രാജ്യം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മൾ ജീവിക്കുന്ന രാജ്യം, അല്ലെങ്കിൽ നമ്മൾ വന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ, രീതികൾ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ യേശു പഠിപ്പിച്ചത് അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചല്ല. ആ രാജ്യമേ വേറൊരു ലോകത്തിൻ്റെതാണ്. അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ നിയമങ്ങളും എല്ലാം വളരെ വ്യത്യാസമാണ്. ഈ ഭൗമലോകത്തിലെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളുമായി അതിന് വലിയ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിലുള്ള രാജ്യം കാത്തിരുന്ന യഹൂദ നേതാക്കന്മാർക്കും യഹൂദ മതത്തിന്റെ അധിപന്മാർക്കും യേശുക്രിസ്തുവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തത്. അവരവർക്ക് സ്വന്തമായ ഒരു രാജ്യം കാത്തിരുന്നു. സ്വതന്ത്രമായ ഒരു രാജ്യം, അവരുടെ തന്നെ ഭരണത്തിന് കീഴിലുള്ള ഒരു രാജ്യം, ഭൂമിയിലെ ഒരു രാജ്യം.
യേശു അതിനുള്ള സംവിധാനങ്ങളുമായി വന്നില്ല. അന്ന് അവരെ ഭരിച്ചിരുന്ന റോമക്കാരുടെ കയ്യിൽ നിന്ന് ഈ രാജ്യം പിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കാനുള്ള ഒരു നടപടികളിലേക്കും യേശു നീങ്ങാതെ, തന്നെയല്ലാതെ പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ. അതുകൊണ്ട് അവർക്ക് ഈ രാജ്യത്തെ മനസ്സിലാക്കാൻ പറ്റാതെ യേശു ക്രിസ്തുവുമായി ശരിക്കും കോൺഫ്ലിക്റ്റിലാണ് അവർ എത്തിച്ചേർന്നത്. അപ്പൊ മേലോക രാജ്യത്തെ കുറിച്ചായിരുന്നു യേശു ക്രിസ്തുവിന്റെ പഠിപ്പിന്. ദൈവരാജ്യം എന്നുള്ളത് തീർത്തും ന്യായമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ വേദപുസ്തകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ആശയം ദൈവരാജ്യം എന്നുള്ളതാണ്. ദൈവമായിരിക്കണം എല്ലാത്തിന്റെയും ഭരണാധികാരി. എല്ലാം ഉണ്ടാക്കിയ ദൈവമാണ്. ഭൂമിയിൽ രാജ്യങ്ങളുണ്ട്, രാജ്യത്തിന് ഭരണാധികാരികളുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. അതെല്ലാം ശരിയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഭരിക്കുവാനുള്ള അവരുടെ അവകാശം, ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിലാണെങ്കിൽ നമ്മൾ അവരെ ഭരിക്കാൻ വിളിച്ചു. ജനം അവരെ ഭരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു. ഞങ്ങളെ ഭരിക്കൂ എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതുകൊണ്ട് അവര് നമ്മളെ ഭരിക്കുക. മുൻകാലത്തുള്ള രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞാലും അവരോട് ജനം ആവശ്യപ്പെട്ടിട്ടല്ല, ഒരു പക്ഷേ അവരുടെ അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും കീഴടക്കി ഭരണം ഏറ്റെടുത്തു. എന്നാൽ ഈ ഭൂമിക്ക് വേണ്ടിയുള്ളത് കൊടുക്കാനോ ഇതിന്റെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കാനോ ഉള്ള കഴിവുകളോ അതിനുള്ള ഉറവിടങ്ങളോ അവരുടെ കയ്യിലില്ല. ഭൂമിയിൽ ഭരണത്തിലിരിക്കുന്ന ആരും ബാക്കി പ്രജകളെ അപേക്ഷിച്ച് ഇവിടുത്തെ നന്മകൾ കുറെ കൂടി മെച്ചമായി അത് അനുഭവിക്കുന്നു എന്നതാണ് സത്യം. എന്നല്ലാതെ ഭൂമിയിലെ ഒരു ഭരണാധികാരിക്കും ഈ ഭൂമിക്ക് വേണ്ടി കൊടുക്കാൻ പറ്റില്ല. ഈ ദേശത്തുള്ള കുറെ കാര്യങ്ങൾ എടുത്ത് വിതരണം ചെയ്യാൻ അവർക്ക് കഴിയും എന്നല്ലാതെ അതിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ദൈവം ഇതിനെ ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാറ്റെയും ഉണ്ടാക്കിയത് ദൈവമാണ്. എല്ലാത്തിനും വേണ്ടതെല്ലാം കൊടുക്കുന്നത് ദൈവമാണ്. ഓരോ ജഡത്തിനും വേണ്ടത് കൊടുക്കുന്നവർ, ആഹാരം കൊടുക്കുന്നവൻ, ഏത് ജീവജന്തുവിനും വേണ്ട പ്രാണവായു കൊടുക്കുന്നവൻ, കുടിക്കാൻ വെള്ളം കൊടുക്കുന്നവൻ, സൂര്യപ്രകാശം കൊടുക്കുന്നവൻ, മനുഷ്യ ജീവിതത്തിന് എന്തു വേണമോ, അല്ല ഭൂമിക്കുള്ള ഏത് വസ്തുവിനും എന്തു വേണമോ അത് മുഴുവൻ കൊടുക്കുന്നത് ദൈവമാണ്. ഉണ്ടാക്കിയവനവനാണ്, ഇതിന് വേണ്ടതെല്ലാം കൊടുക്കുന്നവനാണ്. അങ്ങനാണെങ്കിൽ ഭരിക്കാനുള്ള പരമാധികാരം നമ്മുടെ ദൈവത്തിനുള്ളതാണ്, വേറെ ആരുടെ അവകാശമല്ലത്. ബാക്കിയുള്ളവർക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൽ ഞങ്ങളെ ഭരിക്കൂ എന്ന് ജനം ആവശ്യപ്പെട്ടത് കൊണ്ട് അവർക്ക് അതിന്റെ റൈറ്റ് ഉണ്ട്. എന്നാലും പരമമായിട്ടുള്ള അധികാരം നമ്മുടെ ദൈവത്തിനുള്ളതാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞു വരുന്ന ഭാഗത്ത് അവിടെ പറഞ്ഞു, ഇപ്പോൾ എല്ലാം നമ്മുടെ കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നതായി കാണുന്നില്ല. എല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്, ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും എല്ലാം ഇപ്പോൾ അവന് കീഴ്പ്പെട്ടിരിക്കുന്നതായി കാണുന്നില്ല. എന്നാൽ ഒരു ദിവസം എല്ലാറ്റെയും അവിടുന്ന് കീഴടക്കും. എല്ലാറ്റെയും കീഴടക്കും എന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുന്നു, സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്രേ എന്ന് സ്പഷ്ടം. അങ്ങനെ സകലവും ദൈവത്തിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ വരുന്ന ഒരു കാലം ഉണ്ട്. പലപ്പോഴും ദൈവരാജ്യം എന്ന് നമ്മൾ പറയുമ്പോൾ ആ വരാനുള്ള രാജ്യത്തെക്കുറിച്ച്, ഭാവി രാജ്യത്തെക്കുറിച്ചാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത്. അത് സത്യമാണ് താൻ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അവസാനമായി സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നതും ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും.
അവിടുത്തെ ലോകരാജ്യത്വം, ലോകങ്ങളുടെ മൊത്തം രാജ്യത്വം, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ആധിപത്യം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീരും. ദാനിയേൽ പ്രവചനത്തിലും ദർശനങ്ങളുടെ എല്ലാം ആത്യന്തികമായ അന്ത്യം അതാണ് പറഞ്ഞിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ 44-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു നിത്യരാജ്യം സ്ഥാപിക്കും. ആ രാജ്യത്വം പിന്നെ ആർക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. 7-ാം അധ്യായത്തിലും അതിന്റെ 13-14 വാക്യങ്ങളിൽ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളോട് വരുന്നുവെന്നും സകല വംശങ്ങളും ഭാഷകളും ജാതിക്കാരും ഗോത്രക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യമായിരിക്കും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതിന് 27-ഉം 28-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോ അങ്ങനെ ഭരണം ഏറ്റെടുത്ത ക്രിസ്തു ഇതെല്ലാം തന്റെ വിശുദ്ധന്മാരായ ജനത്തിന് കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം സകലത്തെയും ദൈവം ഉണ്ടാക്കിയിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എല്ലാം ഉണ്ടാക്കി മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവനോട് പറയുന്നു, സകലം അവനെ ലഭിച്ചിട്ട് പറയുന്നു, സകലത്തെയും അടക്കി വാഴുവി. എല്ലാത്തെയും അടക്കി വാഴാൻ സകല ജീവജന്തുക്കളെയും സകല പക്ഷികളെയും സകല മത്സ്യങ്ങളെയും സകലത്തെയും അടക്കി വാഴാനാണ് ആദിമ മനുഷ്യനോട്, ആദമിനോട് ദൈവം കൽപ്പിച്ചതും അവനെ അനുഗ്രഹിച്ചു. പാപനിമിത്തം ആ ഭരണം മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോയി. ഇന്ന് വചനം പറയുന്നു, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പിശാച് യേശുവിന്റെ ഇരിക്കെ വന്ന് പറഞ്ഞു, ഈ ലോകമെല്ലാം നിനക്ക് വേണേ തരാം, എല്ലാം എങ്കൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളവന് അത് കൊടുക്കുന്നു. പാപത്താൽ ഇത് പിശാചിന്റെ കയ്യിൽ പോയി അകപ്പെട്ടു. എന്നാൽ സകലത്തെയും വാഴാനുള്ള അധികാരം ദൈവം സൃഷ്ടിച്ച വിശുദ്ധ മനുഷ്യനുള്ളതാണ്. അത് ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് ഒരു ദിവസം തിരിച്ചെത്തേണ്ടതുമാണ്. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും. യേശു രാജാവായി തിരിച്ചു വരും. യേശു രാജാവായി തിരിച്ചു വരുമ്പോ അവന്റെ ജനം 1000 ആണ്ട് അവനോടൊപ്പം ഭൂമിയിൽ വാഴും എന്ന് തിരുവെഴുത്ത് വിളിച്ചു പറയും. ആ മഹത്വമുള്ള ദിവസം നോക്കിയിരിക്കുന്നവരാണ് നാം. വരാനുള്ള ദൈവരാജ്യത്തെ നാം ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. ഭൂമിയിലെ സകല ജീവിതത്തിന്റെ കഷ്ടങ്ങളിലും ഇവിടുത്തെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് അബ്രഹാമിനെ പോലെയും അവന്റെ സന്താനങ്ങളെ പോലെയും ഇവിടൊക്കെ പാർക്കുമ്പോഴും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി നാം കാത്തിരിക്കുകയാണ്. ഇവിടെ ജീവിക്കുമ്പോ അന്യരെന്നും പരദേശികളെന്നും ഏറ്റുപറഞ്ഞ് ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ക്രമം. ഇവിടുത്തെ സ്ഥിരതാമസക്കാരായി ജീവിക്കുവാനല്ല. ഇവിടെ നാം ജീവിക്കുന്നു എന്നുള്ള സത്യമാണെങ്കിലും നമ്മുടെ നാട് ഇവിടെയല്ല, നമ്മുടെ പൗരത്വം ഇവിടെയല്ല. ഇവിടെ നമുക്ക് താൽക്കാലികമായ ഒരു പൗരത്വം ഉണ്ടെങ്കിലും നിത്യമായ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും അവിടെ നിന്ന് യേശുക്രിസ്തു രക്ഷിതാവായി വരുമ്പോ നമ്മുടെ രാജ്യത്തിൽ നാം പോകും എന്നും നാം നോക്കിയിരിക്കുന്നവരാണ്. അത് വരാനുള്ള ദൈവത്തിന്റെ രാജ്യമാണ്. അതൊരു ഭാഗത്ത് ശരിയായിരിക്കുമ്പോ തന്നെ എന്നാൽ യേശു പഠിപ്പിച്ച വേറെ ഒരു കാര്യം കൂടിയുണ്ട്. യേശു പറഞ്ഞു, ദൈവരാജ്യം ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇന്ന് ദൈവത്തിന് ഒരു രാജ്യമുണ്ട്. ഇന്ന് ദൈവത്തിനുള്ള രാജ്യം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും
ബലവും. ആമേൻ. നമ്മെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. തന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ജനത്തെ ദൈവത്തിന് രാജ്യമാക്കി തീർത്തു, ദൈവത്തിന് പുരോഹിതന്മാരാക്കി തീർത്തു. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമുക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആവും. ഇന്ന് ദൈവത്തിന് ഒരു രാജ്യം, ദൈവരാജ്യം, രാജ്യം എന്ന് പറയുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, രാജ്യത്തിന് ഒരു രാജാവ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രാജാവ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഭരണ സംവിധാനമല്ല അല്ല എന്ന് നമുക്കറിയാം. അപൂർവം രാജ്യങ്ങളിലെ ഇന്ന് രാജഭരണം നിലവിലുള്ളൂ. അതും ശക്തമായ രാജഭരണം അല്ല. ഒരു കാലത്ത് ലോകത്തിൽ രാജഭരണങ്ങൾ നിലവിലിരുന്നു നമുക്കറിയാം. അതിന് ദേശത്ത് തന്റെ ഇഷ്ടം നടത്താൻ പരമാധികാരിയുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. നമ്മുടെ ദൈവത്തെ വചനം വിളിക്കുന്നത് രാജാവെന്നാണ്. 93-ാം സങ്കീർത്തനം 1-ാം വാക്യം, അതിന്റെ 2-ാം വാക്യം. 97-ാം സങ്കീർത്തനം 1-ാം വാക്യം, 99-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഇവിടെ എല്ലാം പറയുന്നത് ദൈവം രാജാവാണ്. അതിന്റെ ന്യായം ഞാൻ പറഞ്ഞു മുമ്പേ. എല്ലാറ്റിനെയും ഉണ്ടാക്കുന്ന ദൈവമാണ്. എല്ലാത്തിനും വേണ്ടതെല്ലാം കൊടുക്കുന്നത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവം ഇതിന്റെ രാജാവ്. അപ്പൊ ഏത് രാജ്യത്തിനും ഒരു രാജാവ്. രണ്ടാമത്, ആ രാജാവിന് ഭരിക്കാൻ ഒരു ഭൂപ്രദേശം വേണം. നമ്മുടെ ദൈവം ഭരിക്കുന്ന ഒരു ഭൂപ്രദേശം നിശ്ചയമായും ഭൂമിയെല്ലാം അവന്റെ വകയാണ്. എങ്കിലും ദൈവം അക്ഷരാർത്ഥത്തിൽ നേരിട്ടിറങ്ങി ഭരിക്കുന്ന ഭൂപ്രദേശം എന്ന ഒന്നിനെ ഇന്ന് സാധാരണയായി കാണാനില്ല. ഇസ്രയേലിന്റെ ആരംഭകാലത്ത് ഇസ്രയേലിനെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോ ദൈവം അവർക്ക് രാജാവായിരുന്നു. ദൈവത്തെ രാജാവായി അംഗീകരിക്കുന്ന ഒരു ചെറിയ ഭൂപ്രദേശം തന്നെ നിലവിലുണ്ടായിരുന്നു. അവിടെ നിലവിലിരുന്ന നിയമം ദൈവത്തിന്റെ ന്യായപ്രമാണമായിരുന്നു. ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലം ദൈവത്തിന്റെ ദേവാലയമായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആസ്ഥാനമുള്ള, ദൈവത്തിന്റെ വചനം നിയമമായി കരുതിയ, അംഗീകരിച്ച, ദൈവത്തെ രാജാവായി അംഗീകരിച്ച ഒരു ചെറിയ ഭൂപ്രദേശം ഒരു കാലത്ത് ദേശത്ത് നിലവിലിരുന്നുവെങ്കിലും ഇന്ന് ഭൂമിയിൽ അങ്ങനെ ഒരു ഭൂപ്രദേശം ഇല്ല. ഏതെങ്കിലും ഒരു ദേശത്ത് ദൈവമാണെന്ന് രാജാവെന്ന് അംഗീകരിച്ച് ദൈവത്തിന്റെ വചനം നിയമമായി വെച്ച് ദൈവത്തിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ദൈവത്തിന്റെ സിംഹാസനം ആ രാജ്യത്തിട്ടുള്ള ഒരു ദേശം ഭൂമിയിലില്ല. എന്നാൽ ഇന്ന് ദൈവത്തിന് സത്യമായി ഒരു രാജ്യമുണ്ട്. രാജ്യം എന്ന് ശരിയായ വിവക്ഷയിൽ പറഞ്ഞാൽ ഒരു ഭൂപ്രദേശമാണ് രാജ്യം എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഭൂമിയെ ഒരു ഭരണാധിപൻ ഭരിക്കുന്നത്? അമേരിക്കൻ ഗവൺമെന്റ് ഈ അമേരിക്കയുടെ പരിധിയിൽപ്പെട്ട ഭൂമിയോട് എന്തെങ്കിലും പറഞ്ഞാൽ ഭൂമി കേൾക്കുമോ? ഭൂമിക്ക് അത് കേൾക്കാൻ പറ്റില്ലല്ലോ. ഭൂമി ഒരു ഭരണാധികാരിയെയും അനുസരിക്കുന്നില്ല. ഇവിടുത്തെ മൃഗങ്ങളോ, ഇവിടുത്തെ പക്ഷികളോ, ഇവിടുത്തെ മത്സ്യങ്ങളോ ഒരു ഭരണാധികാരിയെയും അനുസരിക്കില്ല. അവർക്ക് രാജ്യത്തെ ഭരണത്തെ അറിയില്ല. അവയ്ക്ക് കീഴ്പ്പെടാൻ പറ്റില്ല. ഭൂമിയിലെ ഒരു സർക്കാരും ഇവയോട് ആജ്ഞകൾ പുറപ്പെടുവിക്കാറില്ല. ഇവിടുത്തെ നിയമങ്ങൾ അവയ്ക്ക് ബാധകമല്ല. നിയമം അതാത് ദേശത്തുള്ള മനുഷ്യർക്കാണ് ബാധകം. ഭരണം നടത്തുന്നത് മനുഷ്യരുടെ മേലാണ്.
രാജ്യത്തിന്റെ പരിധിക്കകത്തുള്ള ജനത്തെ, ഈ രാജ്യത്തെ ഭരണാധിപന്മാർ ഭരിക്കുന്നു. ഇന്ത്യക്കാരായ നാം നിവസിച്ചിരുന്ന നമ്മുടെ രാജ്യത്തെ, ആ ഭൂപരിധിക്കകത്തുള്ള ജനത്തെ ഇന്ത്യൻ ഗവൺമെന്റ് ഭരിക്കുന്നു. ഭരിക്കുന്നത് ജനത്തെയാണ്. അങ്ങനെയെങ്കിൽ ശരിക്കും രാജ്യം എന്ന് പറയുന്നത് ഒരു ദേശമല്ല, ജനമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു ദൈവരാജ്യമുണ്ട്. ആ ദൈവരാജ്യം ഏതെങ്കിലും ഒരു ദേശമല്ല. ദൈവത്തിന്റെ ഭരണത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കൂട്ടം മനുഷ്യർ, സ്ത്രീകളും പുരുഷന്മാരും ലോകത്തിന്റെ എല്ലാ കോണിലുമുണ്ട്. അവർ ദൈവരാജ്യമാണ്. ദൈവം എല്ലാവരെയും ഇന്ന് ഭരിക്കുന്നില്ല. എല്ലാവരെയും ഭരിക്കാൻ ഇപ്പോൾ ദൈവം തുനിയുന്നില്ല. ഒരു നാളിൽ ഭരിക്കും. ഇന്ന് ദൈവം ഭരിക്കുന്നത് സ്വയമേവ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ദൈവം ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ്, അവിടുത്തെ സൃഷ്ടികർത്താവെന്ന് തിരിച്ചറിഞ്ഞ്, അവിടുത്തെ ദാനങ്ങളെ തിരിച്ചറിഞ്ഞ്, അവിടുത്തെ രക്ഷയെ തിരിച്ചറിഞ്ഞ്, അവിടുത്തെ വരാനുള്ള അധികാരത്തെയും തിരിച്ചറിഞ്ഞ് എന്നെ കൂടെ ഭരിക്കണമേ എന്ന് ആരേൽപ്പിച്ചു കൊടുക്കുമോ അവരുടെ മേൽ ദൈവം ഭരണം നടത്തുന്നു. അവർ ഇന്ന് സത്യമായ ദൈവത്തിന്റെ രാജ്യമാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നാം ഏറെക്കുറെ എല്ലാവരും തന്നെ ഒരു ദിവസം കർത്താവിലേക്ക് ചെന്നിട്ട്, കർത്താവേ, ഇന്നു മുതൽ എന്നിൽ വാഴണമേ എന്നാവശ്യപ്പെട്ടവരാണ്. എനിക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആദ്യത്തെ ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നീട് അന്ന് സമർപ്പിച്ചു കൊടുത്ത് പിന്നീട് ആവർത്തിച്ചു ജീവിതത്തിന്റെ ഓരോ മണ്ഡലങ്ങളെയും സമർപ്പിച്ചു കൊടുക്കുന്നതിനാൽ ആ രാജ്യത്തെയും ആ ഭരണത്തെയും എനിക്ക് അറിയാം. നിങ്ങളും അങ്ങനെ തന്നെ ദൈവത്തിന് നമ്മെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നുള്ളതിനാൽ നാം ഇന്ന് ദൈവരാജ്യമാണ്. ദൈവത്തിന്റെ രാജ്യമായിരിക്കുക എന്തൊരു മഹത്വമുള്ളൊരു കാര്യമാണ് എന്നാലോചിച്ച് നോക്കും. ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരാണല്ലോ നമ്മളൊക്കെ ഇവിടെ. ജീവിതത്തിലെ കുറെ കൂടെ മെച്ചമായ സൗകര്യം ഇവിടെ ഉണ്ട് എന്ന് കരുതി ഈ രാജ്യത്തെ കുടിയേറി. അതിന് നന്മകൾ അനുഭവിക്കാൻ നമ്മൾ അനുഭവിച്ചു വരുന്നു. ഇവിടെ വന്ന് പാർക്കുന്നതിലും ഈ രാജ്യത്തിലെ നിങ്ങളുടെ സംവിധാനത്തിലും എല്ലാം നിങ്ങൾ തൃപ്തരല്ലെങ്കിലും നിങ്ങൾ അഭിമാനത്തോടെ ജീവിക്കുന്നവരാണ്. കാരണം മെച്ചമായ ഒരു ജീവിത സൗകര്യം എന്നതിൽ ഭേദം. എങ്കിലും ഈ രാജ്യത്തും അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനേക തകർച്ചകളും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ജനത്തെ സ്നേഹിച്ച്, ജനത്തെ കരുതി, ജനത്തിന് വേണ്ടതെല്ലാം നൽകിക്കൊടുക്കാൻ കഴിവുള്ള, ജനത്തിന് വേണ്ടി നിലകൊള്ളുന്ന നിസ്വാർത്ഥമായ നീതിയുള്ള ഒരു ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുക എന്നുള്ളത് എന്തൊരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇവിടെയും എല്ലാ ബില്ലും പേ ചെയ്യാൻ എല്ലായ്പ്പോഴും നമുക്ക് കഴിവില്ലല്ലോ. ഇവിടെയും ജോലിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. ജോലിയില്ലാതെ വരുന്നില്ലേ, രോഗങ്ങളില്ലേ, കഷ്ടങ്ങളില്ലേ, സങ്കടങ്ങളില്ലേ, തകർച്ചകളെല്ലാം ഉള്ളതിന്റെ നടുവിലും ഇവിടുത്തെ ജീവിതം കുറെ കൂടെ മെച്ചമായി നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് സകലത്തിന് മേലും ആധിപത്യമുള്ള ദൈവപുത്രനായ യേശുവിന്റെ രാജ്യത്തിൽ അവനെ സ്വന്തമായി ജീവിക്കുക എന്നതിന്റെ പദവിയും മഹത്വവും നല്ല പോലെ ഒന്ന് ആലോചിച്ചിട്ട് ഹൃദയം തുറന്ന് വിളിച്ചു പറയേണ്ടതല്ലേ, കർത്താവേ, അങ്ങയുടെ രാജ്യമായിരിക്കുന്നതിൽ എനിക്ക് ഇഷ്ടമാണ്, അങ്ങയുടെ പ്രജയായിരിക്കുന്നതിൽ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ ഭരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ ആധിപത്യം എങ്ങനെ വരുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്ന് നാം വിളിച്ചു പറയേണ്ടതല്ലേ. അസൽ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ മുമ്പ് ഇവിടെ കർത്താവിന്റെ സാങ്കുട്ടി പുതിയ നിയമത്തിൽ നിന്ന് ഒരു വചനം നമ്മെ വായിച്ചു കേൾപ്പിച്ചു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, അത് കേവലം
തീറ്റിയും കുടിയുമല്ല. എങ്കിലും ദൈവരാജ്യത്തിൽ അതും എല്ലാം ഉള്ളടക്കം ചെയ്തിരിക്കും. അത് വെറും തീറ്റിയും കുടിയുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ഇസ്രയേലിൽ നമ്മൾ നോക്കിയാൽ അവരുടെ മരുഭൂമി യാത്ര ദൈവരാജ്യത്തിന്റെ ഒരു ഒന്നാന്തരം ഉദാഹരണമാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ കനാനിൽ ചെല്ലുന്നത് വരെയുള്ള കാലം ഒരുപക്ഷെ ദൈവരാജ്യം എന്ന പ്രയോഗത്തിലായിരിക്കില്ല അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ കാലം മുഴുവനും ദൈവമായിരുന്നു അവന്റെ രാജാവ്. പുറപ്പെട്ട നാൾ തന്നെ ദൈവത്തിന്റെ കൊടി അവരുടെ മേൽ ഉയർന്നു. അതവന്റെ മേഘമായി. ആ മേഘത്തിന്റെ കീഴിൽ ഇസ്രയേൽ മുമ്പോട്ട് യാത്ര ചെയ്തു പോയി. ആ ജനത്തിന്റെ ജീവിതത്തെ ആ കാലമെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഒരു രാജാവ് ജനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുക്കുമോ അത് മുഴുവനും ഈ രാജാവ് ചെയ്തു കൊടുക്കും. രാജ്യത്ത് ജനത്തിന് വേണ്ട ഭക്ഷണം കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഭരണാധികാരിക്കാണ്. എല്ലാം സമൃദ്ധമായി മാർക്കറ്റിൽ കിട്ടുമ്പോൾ അതിന്റെ ഒന്നും പ്രാധാന്യം ഒരു ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയില്ല. അതേസമയം സമൃദ്ധിയില്ലാതെ രാജ്യത്തൊരു സമയം വന്നാൽ അങ്ങനെ വരുമ്പോ ജനം പ്രധാനമായും ആശ്രയിക്കുന്നത് ഗവൺമെന്റിനെയാണ് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ. നമ്മുടെ നാട്ടിൽ കുറേയേറെ കാലങ്ങൾക്ക് മുമ്പ് ക്ഷാമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് തെരുവിലിറങ്ങി വിളിച്ചു ചോദിച്ച ചില മുദ്രാവാക്യങ്ങളുണ്ട്. അരിയെവിടെ, തുണിയെവിടെ സർക്കാരെ എന്ന് ചോദിച്ച ഒരു സമയമുണ്ട്. ഓർമ്മയുണ്ടായിരിക്കും ചിലർക്ക്. സമൃദ്ധമായ ആഹാരം കിട്ടാതെ വന്നാൽ രാജ്യത്തെ ജനത്തിന് ആഹാരം എത്തിച്ചു കൊടുക്കുന്നത് ഭരണാധികാരിയുടെ ജോലിയാണ്. കുടിക്കാൻ ആവശ്യത്തിന് വെള്ളമില്ലാതെ വന്നാൽ വെള്ളം ഉള്ളിടത്ത് ജനത്തിന് എത്തിച്ചു കൊടുക്കുന്നത് ഭരണാധികാരിയുടെ ജോലിയാണ്. ഇസ്രയേലിന് നടത്തിയ കാലം നോക്കൂ. ദേശത്ത് അവർ കൃഷി ചെയ്യാൻ സൗകര്യമില്ലാത്ത കാലം, സഞ്ചരിക്കുന്ന കാലം, എല്ലാ ദിവസവും യാത്ര ചെയ്യേണ്ട കാലം, ലക്ഷക്കണക്കിന് വരുന്ന ഈ ജനത്തിന് ഒരു ദിവസം പോലും മുടങ്ങാതെ 40 വർഷം അവരവർക്ക് വേണ്ട ആഹാരം അവരവന്റെ വീട്ടുപടിക്കൽ എത്തിച്ചു കൊടുത്ത നമ്മുടെ ദൈവത്തിന്റെ ഭരണം പോലെ അഖിലാണ്ടത്തിനൊരു ഭരണം നിങ്ങൾക്ക് പറയാമോ? ഇന്നും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞാലും വാങ്ങിക്കാൻ കടയിൽ പോകണ്ടേ? നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിച്ചു തരുന്നില്ലല്ലോ, അതിന് നിങ്ങൾ പണം കൊടുക്കണ്ടേ? എന്നാൽ അന്ന് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു, കൂടാരത്തിൽ നിറങ്ങി മുറ്റത്തിറങ്ങിയാൽ അതാത് ദിവസത്തേക്ക് ആ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അംഗസംഖ്യക്കൊത്തവണ്ണം വെജിറ്റേറിയന് വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ആഹാരം എടുത്ത് കഴിക്കത്തക്കവണ്ണം മേലോകത്തിൽ നിന്ന് കൊണ്ടു കൊടുത്ത ഒരു സർക്കാരാണ് നമ്മുടെ ദൈവത്തിന്റെ സർക്കാർ എന്നുള്ളത് തിരിച്ചറിയൂ. എന്ന് മാത്രമല്ല, ആ ആഹാരത്തിന്റെ മെച്ചം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ആഹാരം കഴിച്ചിട്ട് 40 വർഷത്തിൽ ഒരു ദിവസം പോലും അവരിൽ ഒരാൾ രോഗിയായി തീരാൻ ഇടയായില്ലല്ലോ. ഇന്ന് നമ്മളിൽ എത്ര പേരുണ്ട് ഇവിടെ യാതൊരു രോഗമില്ലാതെ ഇവിടെ ഇരിക്കുന്നവർ? ആഹാരമുണ്ട്, സമൃദ്ധി ഉണ്ടെന്ന് പറയുമ്പോഴും ധാരാളം രോഗവുമായി ജീവിക്കുമ്പോഴും ദൈവം കൊടുത്ത ആഹാരം കഴിച്ചവൻ ഒരുവൻ പോലും രോഗിയാകാതെ 40 വർഷം അവരെ പുലർത്തിയ മഹാരാജാവിന്റെ അത്ഭുതകരമായ പ്രൊവിഷൻ ഇന്ന് രാത്രി ഒന്ന് ആലോചിച്ചു നോക്കൂ. മരുഭൂമിയിലെ യാത്രയിൽ എല്ലായിടത്തും കുടിക്കാൻ വെള്ളമുണ്ടോ? എല്ലായിടത്തും നദികളുണ്ടോ? എല്ലായിടത്തും കിണറുകളുണ്ടോ? മരുഭൂമിയിൽ കൂടെ അല്ലേ സഞ്ചരിച്ചത്? പക്ഷേ ഇസ്രയേലിന് വെള്ളമില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ചില ദിവസങ്ങൾ വെള്ളമില്ലാത്തത് വന്നെങ്കിലും അതിന്റെ നടുവിലും പാറയെ പിളർന്ന് വെള്ളം കൊടുത്ത് അവർ പോയ ദേശം മുഴുവനും അവർക്ക് പൈപ്പ് ലൈൻ നീട്ടിക്കൊടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത് അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. എല്ലാ ദിവസവും വെള്ളം കൊടുക്കാൻ മരുഭൂമിയിൽ വെള്ളമില്ലാത്തപ്പോഴും തന്റെ ജനത്തിന് ജലം കൊടുക്കുവാൻ ഇവന്റെ ഉടമസ്ഥന് കഴിഞ്ഞു. അവന്റെ ഭരണത്തിൽ അത് സാധിച്ചു. എങ്ങോട്ട് പോകണമെന്ന് വഴിയറിയാൻ മേലാതിരിക്കുമ്പോ
അവർക്ക് വഴി നടത്തിപ്പ് കൊടുക്കാൻ, എതിരെ പോകണമെന്ന് പറയുവാൻ മുകളിൽ ദിവസവും അവർക്ക് മുമ്പേ സഞ്ചരിച്ച അഗ്നി മേഘ സ്തംഭങ്ങൾ. രാജ്യത്തെ ജനത്തെ സൂക്ഷിക്കുന്നത് സർക്കാരിന്റെ കടമയാണ്. പട്ടാളത്തെ കൊടുക്കുക, അതിർത്തി സംരക്ഷിക്കുക, ജനത്തിന് സുരക്ഷിതത്വം കൊടുക്കുക ഗവൺമെന്റിന്റെ ജോലിയാണ്. നമ്മുടെ ദൈവം തന്റെ മേഘം കൊണ്ട് തന്റെ ജനത്തെ സംരക്ഷിച്ചു. മിസ്രയീമർ അവർക്കെതിരെ വന്നപ്പോൾ, അവരെ പിടിക്കാൻ അവരെ പുറകെ വന്നപ്പോൾ, അവർക്ക് മുമ്പ് പോയിക്കൊണ്ടിരുന്ന മേഘം ഇസ്രായേലിനും മിസ്രയീമിനും നടുവിൽ നിന്നപ്പോൾ ജനത്തോട് അടുക്കുവാൻ കഴിയാതെ വണ്ണം ദൈവം അവർക്ക് സുരക്ഷിതത്വമായിരുന്നു. ഈ യാത്രകളിൽ മുഴുവൻ ജയം നൽകിയത് അവരുടെ സൈന്യത്തിന്റെ മിടുക്കല്ല, അവരുടെ ആയുധങ്ങളുടെ മെച്ചമല്ല, പിന്നെയോ അവരെ നടത്തിയ മഹാരാജാവിന് ഓരോ സമയത്ത് അവരുടെ ജനത്തെ പുലർത്തുവാനും രക്ഷിക്കാനും വഴിയുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ദൈവം ഒരിക്കൽ പോലും പരാജയപ്പെട്ടില്ല. ഇസ്രായേലിന്റെ പാപത്താൽ ചില സമയത്ത് ചില തോൽവി ഉണ്ടായെങ്കിലും അതവരുടെ പാപത്തെ ബോധ്യപ്പെടുത്തി അവരെ തിരുത്താൻ മാത്രമായിരുന്നു ജയം. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവമാണ്. അവരെ യുദ്ധങ്ങൾ മുഴുവൻ ജയിച്ചു. സമ്പത്തില്ലാത്തവന് ഗവൺമെന്റ് ആശുപത്രി എന്ന ചിന്ത ലോകത്തിലെ നടത്തുന്നുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. ആശുപത്രി കൊടുക്കുക, ഡോക്ടേഴ്സിനെ കൊടുക്കുക, മെഡിസിൻ കൊടുക്കുക, ഇതേത് ഗവൺമെന്റിന്റെ കടപ്പാടാണ്? നമ്മുടെ ദൈവത്തിന്റെ സംവിധാനമോ? എന്റെ ദൈവം വിളിച്ചു പറഞ്ഞു, എന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും കൃത്യമായി പ്രമാണിച്ചാൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധകളിൽ ഒന്നും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. പണ്ടത്തെ ആ വാക്ക് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അനുഭവിച്ച ദൈവമക്കളല്ലേ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. തകർച്ചയുടെ നടുവിൽ തകർന്നുപോയി എന്ന് ശത്രു പറഞ്ഞിടത്ത്, ഇനി എഴുന്നേൽക്കില്ല എന്ന വിധി എഴുതിയിടത്ത് നിന്റെ തല ഉയർത്തി നിൽക്കുമാറാക്കിയ ദൈവത്തെ ഇന്ന് രാത്രി നമുക്ക് ഓർമ്മയില്ലേ? ഉറവിടങ്ങളില്ലാതെ ഞാൻ എങ്ങനെ കാര്യങ്ങൾ നടത്തും എന്ന് വിഷമിച്ചിരുന്നിടത്ത് ആകാശത്തിന്റെ കിളിവാതിലുകളെ പോലും തുറന്ന് നമ്മെ നടത്തിയ വിധം നമുക്കറിയില്ലേ? രാജാവായ ദൈവം നമ്മെ പുലർത്തി നമ്മെ സഹായിച്ചു. മരുന്നുകൂടാതെ അത്ഭുതകരമായ രോഗശാന്തി പ്രാപിച്ച എത്രയോ പേർ ഇതിന് നടുവിൽ ഇരിപ്പുണ്ട്. ഭൂമിയിലെ മനുഷ്യർ കൈവിട്ട നേരം, അവരെ എഴുന്നള്ളിയ നേരം, നിന്റെ ജീവൻ ചില ആഴ്ചകൾക്ക് മാത്രം എന്ന് വിധി പറഞ്ഞെടുത്ത് അതിനെയും അതിജീവിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആരോഗ്യത്തോടെ നിൽക്കുന്നവർ ഈ കൂട്ടത്തിൽ എന്നിട്ട് വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയില്ലേ? എന്റെ രാജാവ് ദൈവമാണ്, ഞാൻ ദൈവത്തിന്റെ രാജ്യമാണ്. എന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാജ്യത്തിന്, ഏത് രാജ്യത്തിനും നിയമങ്ങളുണ്ട്. നിയമമില്ലാതെ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റില്ല. രാജ്യം സ്ഥാപിതമായാൽ അതിന് നിയമം ഉണ്ടാക്കും. ഈ രാജ്യത്തിന് എഴുതപ്പെട്ട ഒരു ഭരണ നിയമമുണ്ട്. നമ്മുടെ രാജ്യം ഭാരതവും സ്വതന്ത്രമായി കഴിയാധികം താമസിക്കുന്നതിന് മുമ്പ് ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനയും ഒരു നിയമവും എഴുതിയുണ്ടാക്കി. അതിലേത് രാജ്യത്തിന്റെയും സ്വഭാവമാണ്. ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് സീനായി മലയിലെത്തിയപ്പോൾ രാജാവ് നേരിട്ടിറങ്ങി വന്ന് അവർക്ക് വേണ്ട നിയമങ്ങൾ കൊടുത്തു. നേരിട്ടിറങ്ങി അഭിമുഖമായി വന്നു. എല്ലാവർക്കും അടുത്തു വരാൻ കഴിയില്ലെങ്കിലും ദൂരെ ആ മലമുകളിൽ 40 ദിവസം കത്തി ജ്വലിച്ച ആ അഗ്നിയുടെ നടുവിൽ എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ ദൈവശബ്ദം അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള നിയമമായിരുന്നു. ദൈവം തന്റെ ജനത്തിന് തന്റെ നിയമങ്ങളെ കൊടുക്കും. ഇസ്രായേലിന് തന്റെ ദൈവം തന്റെ നിയമം കൊടുത്തു. ഇസ്രായേലിന് മാത്രമല്ല, പുതിയ നിയമത്തിലും ദൈവം തന്റെ ജനത്തിന് തന്റെ നിയമങ്ങളെ കൊടുക്കുന്നു. നാം വിശ്വസിക്കുന്നു പഴയതും പുതിയതുമായ നിയമമടങ്ങി ഈ പുസ്തകം
ദൈവത്തിന്റെ നിയമമാകുന്നുവെന്നും ഇത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയ ദൈവത്തിന്റെ കൽപ്പനയാകുന്നു എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നാം. ജീവിതത്തിനും ആചാരത്തിനും വേണ്ടതെല്ലാം ദൈവം തന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഒരു ഭാഗമാണ്. നാം പാരമ്പര്യത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല. പാരമ്പര്യം കുറെ നമുക്ക് ഉണ്ട് എങ്കിലും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ പാരമ്പര്യമല്ല, എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ എനിക്കൊരല്പം അതിനെ ഒന്ന് വിശദീകരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ തുടങ്ങുകയാണ്. ഏത് രാജ്യത്തിനും അതിന്റെ നിയമമുണ്ട്. ഈ രാജ്യത്തിനും അതിന്റെ നിയമമുണ്ട്. ഈ രാജ്യത്തിന് നിയമമുണ്ടെങ്കിലും രാജ്യത്തിന്റെ നിയമം പൊതുവെ പബ്ലിക് ലൈഫിനെ കുറിച്ചുള്ളതാണ്. സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം. നാടൻ ജീവിക്കാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കണം, അടുത്തൊരാൾക്ക് ശല്യം ഉണ്ടാകില്ല. രാജ്യത്തിന് ടാക്സ് കൊടുത്ത് ഈ രാജ്യത്ത് ഒതുങ്ങി ജീവിച്ചോണം. ഇതാണ് പൊതുവെ രാജ്യത്തിന്റെ നിയമത്തിന്റെ എല്ലാം കൂടെ ചുരുക്കം പറഞ്ഞത്. പ്രൈവറ്റ് കാര്യങ്ങളിൽ രാജ്യം അധികം ഇടപെടാറില്ല. സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് രാജ്യം നിയമങ്ങൾ അധികം ഉണ്ടാക്കാറില്ല. എന്നാൽ ദൈവത്തിന്റെ രാജ്യം അങ്ങനെയല്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ലോക സംവിധാനത്തിൽ നിയമങ്ങൾ നമ്മുടെ പൊതുജീവിതത്തിനുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ നിയമങ്ങൾ പൊതുജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. പുറപ്പാട് പുസ്തകം നാം വായിച്ചു നോക്കിയാൽ അതിന്റെ 25 മുതലുള്ള അധ്യായങ്ങളിൽ ദൈവത്തിന്റെ ആരാധനയെ കുറിച്ചുള്ള നിയമങ്ങൾ, ആരാധന സ്ഥലത്തെ കുറിച്ചുള്ള നിയമങ്ങൾ, ആരാധന നടത്തേണ്ട കാര്യങ്ങൾ. ലേവ്യ പുസ്തകം 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ നോക്കിയാൽ എങ്ങനെയൊക്കെ ആരാധന വേണം, ഏതെല്ലാം ആരാധന വേണം എന്നതിനെ സംബന്ധിച്ചുള്ള തത്വങ്ങൾ. പക്ഷെ ആത്മീയ നിയമങ്ങളിൽ പരിമിതമല്ലായിരുന്നു ദൈവത്തിന്റെ നിയമം. ലേവ്യ പുസ്തകം 11 അധ്യായത്തിലേക്ക് തിരിഞ്ഞാൽ അവരെന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ എന്ന ദൈവത്തിന്റെ നിയമം. ലേവ്യ പുസ്തകം 12 അധ്യായത്തിലേക്ക് പോയാൽ സ്ത്രീ പ്രസവിച്ചാൽ അതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ. 13, 14 അധ്യായങ്ങൾ നോക്കിയാൽ ഒരു കുഷ്ഠരോഗിയായാൽ അതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ. 15 അധ്യായം വായിച്ചു നോക്കിയാൽ ഓരോരുത്തരും ശരീരത്തിൽ എപ്പോൾ ശുദ്ധരാണ്, എപ്പോൾ അശുദ്ധരാണ്, എപ്പോൾ ദൈവസന്നിധിയിൽ വരാം, എപ്പോൾ ദൈവസന്നിധിയിൽ വന്നുകൂടാ. ആവർത്തന പുസ്തകം 7 അധ്യായം 3 വാക്യം 4 വാക്യം കല്യാണം കഴിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ. ഈ രാജ്യം പറയില്ല ആരെ കെട്ടണം, ഏത് വിശ്വാസിയെ കെട്ടണം. ഇത് പറയാനുള്ള അധികാരം ഈ രാജ്യത്തിനില്ല. അവരവർക്ക് ഇഷ്ടമുള്ളവരെ കെട്ടും. ഒരു പെണ്ണും ചെറുക്കനും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നേരത്തെ പെണ്ണും ചെറുക്കനും ഓടിപ്പോയി പോലീസിനെ കൊണ്ട് പിടിച്ചോണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞാലും പെണ്ണിന് 18 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടം, അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ പോവും. അത്രേ ഉള്ളൂ. പക്ഷേ ഈ പുസ്തകത്തിന്റെ നിയമത്തിൽ അങ്ങനെയല്ല. ആരെ കല്യാണം കഴിക്കണം, ആരെ കല്യാണം കഴിച്ചുകൂടാ, കൃത്യമായ നിയമങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു. ഏത് ശാരീരിക ലൈംഗിക നിയമങ്ങളെ സംബന്ധിച്ചും ഈ പുസ്തകം കൃത്യമായ ആജ്ഞ കൊടുത്തിരിക്കുന്നു. അതിൽ ഏത് ശരി, ഏത് തെറ്റ് എന്ന് ഈ പുസ്തകം വിളിച്ചു പറയും. ഇതിന് വിപരീതമായ നിയമങ്ങൾ ഉണ്ടായിരിക്കാം, ഇതിന് വിപരീതമായ സംവിധാനങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവം രാജാവായിരിക്കുന്നവരുടെ ലൈംഗിക ജീവിതം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. രാജ്യത്തിലെ സംവിധാനങ്ങളല്ല അതിന് നിയമമായിരിക്കുന്നത്, ദൈവത്തിന്റെ നിയമമാണ്. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നതിന് ദൈവം തന്റെ നിയമം പറഞ്ഞു. ആവർത്തനം 6 അധ്യായത്തിൽ ഇവരവരുടെ വീടും പരിസരവും എങ്ങനെ സൂക്ഷിക്കണം എന്ന് ദൈവം നിയമം വെച്ചു. ദാസനും യജമാനും തങ്ങൾ എങ്ങനെ പെരുമാറണം എന്ന് ദൈവം നിയമം വെച്ചു. കന്നുകാലിയെ വളർത്തിയാൽ ഒരുത്തന്റെ കന്നുകാലി വേറൊരു കന്നുകാലിയെ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യണം, അതിനുള്ള നിയമങ്ങൾ ദൈവം വെച്ചു. ആളുകൾക്ക് പണം കടം കൊടുത്താൽ അതിനുള്ള നിയമം ദൈവം വെച്ചു. മുഖപക്ഷം കാണിക്കുന്നതിനെ കുറിച്ച് ദൈവം നിയമം വെച്ചു. കൃഷിയെ സംബന്ധിച്ച് ദൈവം നിയമം വെച്ച് എങ്ങനെ വിതയ്ക്കണം, എങ്ങനെ കൊയ്യണം ദൈവം നിയമം വെച്ചു. വ്യവസായത്തിൽ ആളുകൾ ബിസിനസ് നടത്തിയാൽ അതിന്റെ ത്രാസിന്റെ കണക്കെന്തായിരിക്കണം എന്ന് ദൈവം നിയമം വെച്ചു. മൃഗങ്ങളെ ഇണ ചേർക്കുന്നതിനെ സംബന്ധിച്ച് ദൈവം നിയമം വെച്ചു. മുടിവെട്ടുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം നിയമം വെച്ചു. വസ്ത്രം ധരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം നിയമം വെച്ചു. ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ദൈവം രാജാവായിരിക്കുന്നവരാണോ?
ദൈവത്തിന് ജീവിതത്തിന്റെ എല്ലാ വശത്തെക്കുറിച്ചും ചിന്തയുണ്ട്, പരിഗണനയുണ്ട് എന്നറിയണം. ദൈവം കുറെ പൊതു നിയമങ്ങൾ പറയുന്ന ദൈവമല്ല. അങ്ങനെ ഒരു ഭരണാധികാരി അല്ല നമ്മുടെ ദൈവം. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു, നമ്മ ഉണ്ടാക്കിയത് അവനാണ്, ജീവൻ നൽകിയത് അവനാണ്, സൗന്ദര്യം നൽകിയത് അവനാണ്, കഴിവുകൾ നൽകിയത് അവനാണ്, ബുദ്ധി നൽകിയത് അവനാണ്, എഴുന്നേറ്റ് നടക്കുവാൻ ഇന്നും ത്രാണി തരുന്നത് അവനാണ്. അവൻ തന്നില്ലെങ്കിൽ നാം ഒരുവരും നിലകൊള്ളുകയില്ല. അതുകൊണ്ട് തിരുവഴുത്തിൽ വിളിച്ചു പറയുവാനുള്ളത്, തന്റെ ഇഷ്ടം കൃത്യമായി ജീവിതത്തിന്റെ മുഴുവശങ്ങളിലും ഏറ്റെടുത്തിരിക്കുന്നവനാണ് ദൈവത്തിന്റെ രാജ്യം. ആമേൻ. ദൈവമേ, എന്റെ സൗകര്യത്തിന് ഞാൻ ജീവിക്കും, അങ്ങനെ കാര്യം നോക്കിക്കോ എന്ന് പറയുന്നതല്ല ദൈവത്തിന്റെ രാജ്യം. എന്റെ ആവശ്യം വരുമ്പോ നിന്റെ അടുക്ക വരാം, അപ്പോൾ സഹായിക്കണം, അല്ലാത്ത കാര്യത്തിന് ലീവ് മീ അലോൺ എന്ന് പറയുന്നവരല്ല ദൈവത്തിന്റെ രാജ്യം. ഇത് പറഞ്ഞ് നിർത്തട്ടെ. ജീവിതത്തിന്റെ സകല കാര്യങ്ങളിലും, പ്രൈവറ്റ് കാര്യങ്ങളിലും പബ്ലിക് കാര്യങ്ങളിലും സകല ബന്ധങ്ങളിലും ദൈവം തന്നെ ഭരിക്കാൻ മൊത്തം ഏൽപ്പിച്ചു കൊടുത്തവരാണ് ദൈവത്തിന്റെ രാജ്യം. അല്ലാതെ ദൈവരാജ്യം കേവലം വരാനുള്ളത് മാത്രമല്ല, വരാനുള്ളതുണ്ട്. ഇന്ന് തങ്ങളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തവർ അന്നത്തെ ദൈവരാജ്യമായിരിക്കും. ഇന്ന് രാത്രി നമ്മ ഒന്ന് പരിശോധിച്ചിട്ട് ഒന്ന് മറുപടി പറയോ? ജീവിതത്തിന്റെ എല്ലാത്തിലും ദൈവമാണ് എന്നെ ഭരിക്കുന്നത്, ദൈവത്തിന്റെ വചനമാണ് എന്നെ ഭരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവിന് ഇഷ്ടമില്ലാത്ത ഒറ്റ ഒരിടത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ പ്രാഗൽഭ്യമുണ്ടെങ്കിൽ നമ്മളാണ് ദൈവരാജ്യം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രം നമ്മൾ ദൈവരാജ്യമായില്ല, സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം നമ്മൾ ദൈവരാജ്യമാവില്ല, ഒരിക്കൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് കൊണ്ട് മാത്രം ദൈവരാജ്യമാകുന്നില്ല. ഒന്നുകൂടി ഞാൻ എടുത്തു പറഞ്ഞ, ഈ ഉച്ച മുതലുള്ള കാലം വരെ ആന്തരികവും ബാഹ്യവുമായ സകല മണ്ഡലത്തെയും ദൈവം ഇന്ന് ഭരിക്കുന്നെങ്കിൽ നമ്മുടെ പേര് ദൈവരാജ്യം. അവിടെയാണ് പ്രോപ്പർ ബന്ധം. സ്തോത്രം, സ്തോത്രം. കുറെ നമ്മുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് കുറെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിടുന്നത് ദൈവരാജ്യമല്ല. തലവണക്കുമോ? ഒരു മിനിറ്റ് നേരം ഇന്ന് രാത്രി ദൈവത്തിന്റെ മുൻപാകെ ഒന്ന് പരിശോധിച്ച് അന്തരംഗത്തിൽ ഒരു തീരുമാനത്തോടെ ഇന്ന് രാത്രി ഈ ഹോൾ വിട്ടു പോകുമോ? സത്യമായി ഞാൻ ദൈവരാജ്യമാണോ? ദൈവമാണോ എല്ലാത്തിലും ഭരണം നടത്തുന്നത്? ഞാൻ കർത്താവേ, ഇന്ന് രാത്രി അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ഈ സ്ഥലത്ത് വെച്ച് സന്ദർശിക്കണമേ. അങ്ങയെ രാജാവായി കൈക്കൊള്ളാൻ ഞങ്ങൾക്ക് നൽകിയ ഈ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഭൂമിയിലെ ഏത് രാജ്യവും ഏത് ഭരണകൂടവും പരാജയപ്പെടുന്ന സമയങ്ങളുണ്ടല്ലോ, കഴിവ് കിടുന്ന സമയങ്ങളുണ്ടല്ലോ. ഞങ്ങളുടെ രാജാവ് ഒരിക്കലും പരാജയപ്പെടാത്തവനായി, ഒരിക്കലും കഴിവിടാത്തവനായി, മഹോന്നതനായി വാഴുന്നത് കൊണ്ട് സ്തോത്രം. ഭരണകൂടങ്ങൾ മാറിയും മറിഞ്ഞും ഭൂമിയിൽ വരുമല്ലോ, പക്ഷെ അങ്ങയുടെ ആധിപത്യം എന്നേക്കും തലമുറ തലമുറയായും ഇരിക്കുന്നത് കൊണ്ട് സ്തോത്രം. പുരാതനായ ദൈവം ഇന്നും ഞങ്ങളുടെ രാജാവായിരിക്കാൻ സ്തുതിക്കുന്നു. പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കായും സ്തോത്രം ചെയ്യുകയും ഞങ്ങളെ മൊത്തം അങ്ങ് ഭരിക്കണമേ എന്ന് ഇന്ന് രാത്രി അങ്ങയുടെ മുൻപാകെ സമർപ്പിച്ച് പറയുവാൻ ഈ അടിയങ്ങൾക്കെല്ലാം കൃപ തരണമേ. ദൈവമേ, ഞങ്ങളുടെ തന്നിഷ്ടം ഞങ്ങൾ ഇന്ന് മാറ്റണമേ. അങ്ങ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ സ്വർഗത്തിലെ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടേണ്ടതിന് പൂർണ്ണ സമർപ്പണത്തിന് ഇന്നും ഞങ്ങൾക്കൊരു കൃപ തരണമേ. സമർപ്പിക്കപ്പെടാത്ത ഞങ്ങളുടെ ജീവിത ഭാഗങ്ങൾ അങ്ങയുടെ മുൻപാകെ സമർപ്പിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ദാനം അടികളുടെ മേൽ അയക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.